ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചാണ്. ഇതിലേക്കായി ഞാൻ ഒരു കഥ പറയാം. ഒരിക്കൽ ഗൗതമ ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യവേ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അധിക്ഷേപിക്കാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടിട്ട് ബുദ്ധൻ പ്രതികരിച്ചില്ല. ബുദ്ധൻ ശാന്തനായി നിശബ്ദനായി തൻ്റെ ശിഷ്യന്മാരോടൊപ്പം നടന്നുകൊണ്ടിരുന്നു. ആ മനുഷ്യൻ വീണ്ടും ഗൗതമ ബുദ്ധനെ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിൻ്റെ പൂർവികരെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്നിട്ടും ബുദ്ധൻ അദ്ദേഹത്തിന് ഒരു പ്രതികരണം നൽകാതെ ശാന്തനായി നടന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ചുറ്റുമുള്ളവരും ആശ്ചര്യപ്പെട്ടു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ വ്യക്തിക്ക് ഉത്തരം നൽകാത്തത്? കുറച്ചു സമയത്തിന് ശേഷം ആ വ്യക്തി സ്വയം ശാന്തനായി. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നമ്മൾക്ക് ആരെങ്കിലും ഒരു സമ്മാനം നൽകിയാൽ അത് എടുക്കണോ വേണ്ടയോ എന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നാം അത് സ്വീകരിച്ചാൽ അത് നമ്മളിലേക്ക് വരുന്നു. നമ്മൾ അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് നൽകിയ അതേ വ്യക്തികളിലേക്ക് തന്നെ തിരിച്ചു പോകും. അതുപോലെ ഈ വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നത് എൻ്റെ തീരുമാനമാണ്. നമ്മൾ ഒരിക്കലും പെട്ടെന്ന് പ്രതികരിക്കരുത്. നമ്മൾ എപ്പോഴും ശാന്തനാവുകയും ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കുകയും വേണം. ഇത് മോശമായ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുന്നു. ബുദ്ധൻ്റെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ആ വ്യക്തി ലജ്ജിച്ച് ഉടനെ ബുദ്ധൻ്റെ കാൽക്കൽ വീണു. അയാൾ ബുദ്ധനോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങി. ബുദ്ധൻ അയാളോട് ക്ഷമിച്ചുകൊണ്ട് തൻ്റെ യാത്ര തുടർന്നു. ജീവിത വിജയം നേടിയ ആൾക്കാരെ നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരാണ് എന്നുള്ളത്. ആ അച്ചടക്കബോധമാണ് അവരെ വളർത്തിയിരിക്കുന്നത്. അവരുടെ ഹൃദയം പറയുന്നതാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഞാൻ ചെയ്യുന്നതായിട്ട് അവർക്ക് അത് ഫീൽ ചെയ്യുകയുമില്ല. സെൽഫ് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വ്യക്തമായ ധാരണകൾ ഉണ്ടാവുകയില്ല, വ്യക്തമായ ഗോളുകൾ ഉണ്ടാവില്ല. സമയത്തെ കൃത്യമായി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടായാൽ അതിനെ മാനേജ് ചെയ്യാൻ കഴിയില്ല. ആൾക്കാരെ നന്നായി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങളുടെ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങൾ വളരെ വിമുഖതയുള്ള ആളായിരിക്കും. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആയാൽ അതിനെ ടഫ് ലവ് എന്നാണ് റോബിൻ ശർമ്മ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന പുസ്തകത്തിൽ പറയുന്നത്. നമ്മൾ നമ്മളോട് തന്നെ കാണിക്കേണ്ട സെൽഫ് ലവ് അതിനെ ടഫ് ലവ് എന്ന് തന്നെ പറയണം. കൃത്യമായ വ്യക്തമായ ധാരണയോടുകൂടിയ ഒരച്ചടക്ക ബോധം നമ്മളെ വലിയ വിജയത്തിലേക്ക് നയിക്കും. നമസ്കാരം.